ഈ പറഞ്ഞ ജെൻസി എന്ന് പറയുന്ന ജനറേഷൻ ആർ വറീഡ് ഓഫ് മെന്റൽ ഹെൽത്ത്. അവർക്ക് മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ പണിയൂല. അവർക്ക് ആകെ വേണ്ട റെസ്പെക്ട് ആണ്. ശ്രദ്ധിച്ചറിയാം, അവരെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലേ അവർ നിൽക്കൂല. സത്യമല്ലേ? നമ്മളെ ജനറേഷന് റെസ്പെക്ട് ഒന്നും വേണ്ടായിരുന്നു. കാര്യം എന്താ? എടാ, നമ്മൾ ഒന്നാമത് വലിയ ഇടങ്ങേറി കൂടെ ഒക്കെ പോവാണ്. വീട്ടില് നമ്മളെ പണിയെടുത്തില്ലെങ്കിൽ അരി മേടിക്കാൻ പറ്റൂല, വീട് വെക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വെച്ച വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകും. പെങ്ങളെ കെട്ടിക്കാൻ ഉണ്ടാവും 3 എണ്ണം. നമ്മൾ പണിയെടുത്തില്ലെങ്കിലേ പണി പോവും. അപ്പൊ നമ്മളെ മുതലാളി നമ്മളെ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ തല കുനിച്ച് കേൾക്കും. നമ്മൾ പ്രയാസപ്പെട്ടൊക്കെ അങ്ങ് മടങ്ങും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വീട് വെക്കണ്ട, പെയിന്റ് അടിക്കണ്ട, EMI അടയ്ക്കണ്ട, 3 വണ്ടി വേറെ ഉണ്ട് വീട്ടില്, പെങ്ങളെ ഒന്നും കെട്ടിക്കണ്ട, അതെല്ലാം ഉപ്പയും ഉപ്പായൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ പ്രയോറിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ആകെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സെൽഫാണ്. അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മസിൽ ഉണ്ടാക്കാനാണ്. അവൻ ജിമ്മിൽ പോവും, അതിനുവേണ്ടി പ്രോട്ടീൻസ്, ഫുഡ്, അതിനുവേണ്ട കെയർ ടേക്കിംഗ് സംവിധാനങ്ങളൊക്കെയാണ് അവരുടെ പ്രയോറിറ്റി. അത് തെറ്റില്ല. അതാണ് അവരുടെ പുതിയ കാലഘട്ടത്തിലെ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അവരുടെ പ്രയോറിറ്റീസ് ആണ്. അവർക്ക് സ്ഥലം കാണലായിരിക്കും പ്രയോറിറ്റി. നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങി കൂടലായിരിക്കും. അവരുടെ ഫുൾഫിൽമെന്റും എൻജോയ്മെന്റ്സും ഒക്കെ ആയിരിക്കും. നമുക്ക് അതൊന്നുമില്ല. നമുക്ക് എന്ത് എൻജോയ്മെന്റ്? നമ്മൾ ശമ്പളം കിട്ടും 1500 കിട്ടി 1630 ദിർഹംസ് നാട്ടിൽ ചവിട്ടും. കടം മേടിച്ചായിരിക്കും 130 കൂടെ ചവിട്ടുന്നത്. പക്ഷെ അവന്മാരതല്ല, എൻജോയ് ചെയ്യും, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ മേടിക്കുക. അവരുടെ പ്രശ്നം ലക്ഷറിയാണ്, നമ്മുടെ പ്രശ്നം പോവർട്ടി. അപ്പൊ അവരെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ നമുക്ക് കാണാൻ പറ്റുമോ? അവരെ പറ്റൂല. അവന്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണണം. അത് ജനറേഷൻ ഷിഫ്റ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന മെന്റൽ ഹെൽത്ത് ഡിഫറൻസ് ആണ്. ആ ഹെൽത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് വേണ്ട സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.